നല്ലൊരു ഫൺ ഫീൽഡ് എൻ്റർടൈനറാണ് ഗുരുവായൂർ അമ്പലനടയിൽ. ഒരു കല്യാണം അതുമായി ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് സിനിമ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഇതിൻ്റെ ട്രെയിലറും ടീസറിലൊക്കെ കണ്ട് പ്രൊഡിക്റ്റ് ചെയ്യുന്ന ഒരു പ്ലോട്ട് തന്നെയാണ് സിനിമയ്ക്ക്. സോ ഇതിൽ പ്ലോട്ടിൽ വലിയ പുതുമകളൊന്നുമില്ല. കാരണം നമ്മൾ ഒരുപാട് സിനിമകളിൽ സെയിം പ്ലോട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കല്യാണം മുടക്കൽ, അപ്പോൾ അതിൻ്റെ ഉണ്ടാകുന്ന ക്ലാഷ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുള്ളത് കൊണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വലിയ പുതുമയൊന്നും പ്ലോട്ടിലില്ലെങ്കിലും ഈ സിനിമ എൻഗേജിംഗ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്ന് അതിൻ്റെ കാസ്റ്റാണ്. കാസ്റ്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ സിനിമ ഇത്ര എൻഗേജായിട്ട് നമ്മൾ പിടിച്ചിരുന്നത്. കാരണം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ അറിയാവുന്ന, ഇവരുടെയൊക്കെ പെർഫോമൻസ് നമുക്ക് ഓൾറെഡി പരിചയമുള്ള കുറച്ച് ആൾക്കാരായതുകൊണ്ട് തന്നെ ജസ്റ്റ് ചിലവരൊക്കെ വെറുതെ ഇങ്ങനെ സ്ക്രീനിൽ വന്ന് നിന്നാലടക്കം നമുക്ക് ചിരി വരുന്ന രീതിയിലുള്ള കുറച്ച് സാധനങ്ങളുണ്ട് സിനിമയിൽ. അല്ലാതെ നോക്കിയാൽ ഈ സിനിമയിൽ വലിയ പുതുമകളോ വലിയ ഫ്രഷ്നെസ്സോ ഒന്നുമില്ല. സോ ഇവരുടെ ഒരു പെർഫോമൻസ് കൊണ്ട് ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരു സിനിമയായിട്ട് തോന്നി എനിക്ക് ഈ ഒരു സിനിമ. ആൻഡ് ഇതിൽ മോശം പറയാനൊന്നുമില്ല. ഇതൊരു ലോ ഫ്രൈ ഔട്ടൊന്നായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഇതൊരു കംപ്ലീറ്റ് ഇൻ ആൻഡ് ഔട്ട് തുടക്കം മുതൽ അവസാനം വരെ കംപ്ലീറ്റ് തറോ കോമഡി എൻ്റർടൈനറായിട്ടൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. എനിക്കിതിൽ കുറേ കൂടി നന്നാക്കായിരുന്നു എന്ന് തോന്നിയ പല സാധനങ്ങളും സിനിമയിലുണ്ട്. കാരണം ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ട് കുറേ നന്നായിട്ട് ചിരി വരുന്ന, ഹ്യൂമർ നന്നായിട്ട് വർക്കൗട്ട് ആവുന്ന കുറേ സ്പേസസ് സിനിമയിലുണ്ട്. പല സ്പേസും യൂട്ടിലൈസ് ആയ പോലെ എനിക്ക് തോന്നിയില്ല. പലതും വർക്കൗട്ടായില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്, നമുക്ക് ചിരി വരില്ല. പക്ഷേ ചില സാധനങ്ങളൊക്കെ നമ്മൾ വിട്ട് ചിരിച്ചു പോകും. സോ അങ്ങനത്തെ കുറേ നല്ല സാധനങ്ങൾ സിനിമയിലുണ്ട്. പക്ഷേ കുറേ കൂടി നന്നാക്കായിരുന്നു, കുറേ കൂടി സ്പേസ് ഉള്ള പോലെ എനിക്ക് പല സമയത്തും തോന്നിയിരുന്നു. കാരണം ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരെ വെച്ചിട്ട് കുറച്ചും കൂടി നന്നായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. എനിക്ക് പേപ്പറിൽ കുറച്ച് വീക്കായ പോലെ എനിക്ക് തോന്നിയിട്ടുള്ള സിനിമയാണിത്. കാരണം റൈറ്റിങ്ങിൽ കുറച്ചും കൂടി നന്നായിട്ടുണ്ടായിരുന്നെങ്കിൽ, ഡയലോഗ്സൊക്കെ കുറച്ചും കൂടി ഷാർപ്പായിട്ടുണ്ടായിരുന്നെങ്കിൽ, ക്രിസ്പായിട്ടുണ്ടായിരുന്നെങ്കിൽ, കുറച്ചും കൂടി കൺസ്ട്രക്റ്റ് ചെയ്ത് സിനിമ നല്ല എൻഗേജിംഗ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കുറേ ഫാക്ടേഴ്സ്, കുറേ എലിമെൻറ്റ്സ് ഉള്ള സിനിമ തന്നെയാണ്. പക്ഷേ വന്നിരിക്കുന്ന ഔട്ടിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ കുറേ കൂടി നന്നാക്കരുതെന്ന് നമുക്ക് തോന്നിപ്പോയില്ല. അങ്ങനത്തെ രീതിയിലുള്ളൊരു ഫീലാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ കിട്ടിയത്. ആൻഡ് ചില ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ട് വെക്കുന്ന കുറേ റെഫറൻസ് സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നന്നായിട്ടാണ് സിനിമയിൽ വർക്കായിട്ടുണ്ട്. ഈ പ്രത്യേകിച്ച് നന്ദനത്തിലെ റെഫറൻസും അങ്ങനത്തെ കുറേ നല്ല സാധനങ്ങൾ. പക്ഷേ അതൊക്കെ മനസ്സിലാവാതെ കാണുന്നവർക്ക് ഒരുപക്ഷെ ഇതൊന്നും കിട്ടുകയില്ല. ബാക്കിയുള്ളവരൊക്കെ കൂടെ ഇരിക്കുന്നവരൊക്കെ ഇരുന്ന് ചിരിക്കുന്നുണ്ടാവും. എന്തിനാണ് അവർ ചിരിക്കുന്നത് പോലും മനസ്സിലാവില്ല. കാരണം ഓൾറെഡി മലയാള സിനിമകളിൽ വന്നിട്ടുള്ള കുറേ സിനിമകളുടെ റെഫറൻസും കുറേ ഡയലോഗ്സൊക്കെയാണ് സിനിമയിൽ എടുത്ത് കാണിക്കുന്നത്. ഞാൻ ഇതുകൂടാതെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന സാധനങ്ങൾ, ഇങ്ങനത്തെ ഇദ്ദേഹത്തിൻ്റെ മുൻ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അത്തരത്തിൽ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ അവെയർ ആയിരിക്കുന്ന കുറേ സാധനങ്ങൾ അവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ വെതറിയിട്ടുണ്ട്. പക്ഷേ അതിനെ കുറേ കൂടി നല്ല രീതിക്ക് പാക്ക് ചെയ്ത് ഒന്നുമില്ല, കുറേ കൂടി നന്നായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് എൻഗേജിംഗ് ആയിട്ട് തോന്നിയിരുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. സ്റ്റിൽ ഇതൊരു നല്ലൊരു എൻ്റർടൈനർ തന്നെയാണ്, ഫാമിലീസർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പക്ഷേ കഴിഞ്ഞപ്പോൾ ഇറങ്ങിയ ഈ ഒരു വർഷത്തിൽ നമ്മൾ കണ്ടുള്ള മറ്റ് സിനിമകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും നല്ലൊരു ഔട്ട് അല്ലെങ്കിൽ ഒരു ഇതുവരെ കാണാത്തൊരു സാധനം എന്നും എനിക്ക് തോന്നിയില്ല. ഇതേപോലെയുള്ള പ്ലോട്ടിൽ ഇറങ്ങിയിട്ടുള്ള മറ്റ് സിനിമകളുടെ അതേ ഒരു മോഡ് തന്നെയാണെങ്കിലും കാസ്റ്റിൻ്റെ പെർഫോമൻസ് ഉള്ളത് കൊണ്ട് കുറച്ചും കൂടി നല്ലൊരു ഔട്ട് വന്നിട്ടുള്ള നല്ലൊരു കോമഡി എൻ്റർടൈനർ തന്നെയാണ്. സ്റ്റിൽ കുറേ കൂടി നന്നാക്കായിരുന്നു എന്ന് എനിക്ക് സിനിമ കണ്ടിറങ്ങിയപ്പോൾ തോന്നി. സോ ഓൾറെഡി ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.